ഞാനേ കാണുന്ന എങ്ങനെയാണെന്നറിയോ? ജീവിക്കാൻ സമ്മതിക്കാത്ത പോലെ പ്രശ്നം. വേണ്ട, ഇന്ന് രാവിലെ കേട്ടോ, റസീനയ്ക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഒരു കല്യാണം വരും. ജീവിതമൊക്കെ ആട്ടിമുടി മാറാൻ പോവാ. എല്ലാരും യേശുവേ എന്ന് വിളിക്കാൻ പറ്റുന്ന എല്ലാരും കൂടെ യേശുവേ എന്ന് വിളിച്ചേ. വർഷങ്ങൾക്ക് മുമ്പ് ഉപ്പ മരിച്ചു പോയതാ, ജീവിതമൊക്കെ അവസാനിച്ചു പോയതാ. വഴിയില്ലാത്തൊരു വീട്ടിലാ നീ താമസിച്ചുകൊണ്ടിരുന്നേ. നിനക്കെല്ലാം ശത്രുക്കളാ. നീ പല ആവർത്തികളും ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എന്റെ കണ്ണടഞ്ഞ പിന്നെ എന്റെ കൊച്ചിനെ നോക്കാൻ വേറെ ആരുമില്ലെന്ന് നീ ദൈവത്തോട് പറഞ്ഞു. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ കൊച്ചിന്റെ കാര്യം ദൈവം നോക്കാൻ പോവാ. വഴിയില്ലാത്തൊരു വീടുണ്ടല്ലോ, വഴിയില്ലാത്ത വഴി കിട്ടുമോ? അവിടെ വഴി തരത്തില്ല. അമ്മയുടെ സ്ഥലം എവിടാ? പയ്യന്നൂർ. എനിക്ക് അമ്മ പറയുന്നതെല്ലാം മനസ്സിലാവുന്നില്ല സത്യമായിട്ടും, എന്നാലും ഉമ്മ കേട്ടോ, ഞാൻ ഉമ്മയെ കാണുമ്പോ യേശു എന്നോട് പറയുക, ഉമ്മയ്ക്ക് വഴി കിട്ടും, വഴി കിട്ടും. പണി പൂർത്തീകരിക്കാത്ത ഉമ്മയുടെ വീട് പണി പൂർത്തീകരിക്കും. ഇവളെ നമ്മൾ കെട്ടിച്ചയക്കും. ഇവിടെ ജീവിതമൊക്കെ മാറിപ്പോകും. വർഷങ്ങൾക്ക് മുൻപ് ഒരു മരണത്തിന്റെ മുമ്പിൽ നീ കരഞ്ഞു പോയത് ദൈവം നിനക്ക് മടക്കി തരുന്ന ഒരത്ഭുതമായി നിന്റെ വീടിനകത്ത് വരും. ഈ മോളെ കുറിച്ച് ദൈവനോട് പറയുക, ഇവിടെ പഠനം പൂർത്തീകരിച്ചില്ല, പഠനം അങ്ങനെ കേട്ടോ. ശരിക്കും എന്നോട് ദൈവം പറഞ്ഞതെന്നറിയോ? ഇവള് ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തിയ, പഠിക്കാൻ പോയില്ല, പക്ഷെ ഇപ്പൊ പഠിക്കുക. എത്ര വയസ്സുണ്ട്? 34 വയസ്സിൽ അവള് പഠിച്ചു തുടങ്ങുക. ഇപ്പോ എന്നോട്, നീ എന്നെ നോക്കുമോളെ, നമ്മൾ പരിചയക്കാരൊന്നും അല്ലല്ലോ. യേശു എന്നോട് പറയുന്ന, നിന്നോട് ഞാൻ പറയുന്നൊക്കെ ദണ്ട നീ കേക്ക. നിന്റെ കല്ലിലാണ് ഞങ്ങൾ ഇവിടെ ഡിക്ലെയർ ചെയ്യും. നിന്റെ വിവാഹം നടക്കും. നിനക്ക് വേണ്ടി ഒരു വ്യക്തിയെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരും. നിനക്ക് മനസ്സിൽ ഭയങ്കര സങ്കടമാ. അതിനേക്കാൾ സങ്കടം നിന്റെ ഉമ്മയ്ക്ക്. ഇന്ന് രാവിലെ സങ്കടം മുഴുവൻ നോക്കുന്ന ഒരു കർത്താവ് ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. യേശുവേ എന്ന് വിളിക്കാവുന്ന എല്ലാരും കൂടെ ആ തരം തുറന്ന് ആ നാമത്തെ വിളിച്ച്